ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ പ്രതിഷേധിച്ച് രാജ്യത്ത് ഇസ്രായേൽ പൌരന്മാർക്ക് വിലക്കേർപ്പെടുത്തി മാലദ്വീപ് സർക്കാർ. പലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യ സൂചകമായാണ് ഇസ്രായേലി പൌരന്മാർക്ക് രാജ്യത്ത് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയതെന്ന് മുയിസ് സർക്കാർ പ്രതികരിച്ചു. പലസ്തീൻ ജനതയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന തുടർച്ചയായ അതിക്രമങ്ങൾക്കും വംശഹത്യകൾക്കുമുള്ള സർക്കാരിന്റെ ഉറച്ച നിലപാടാണ് ഈ തീരുമാനം പ്രതിഫലിപ്പിക്കുന്നതെന്ന് മുയിസുവിന്റെ ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. 2024 ജൂണിൽ തന്നെ ഇസ്രായേലി പൌരന്മാർക്കുള്ള പ്രവേശന വിലക്ക് തീരുമാനം മാലദ്വീപ് സർക്കാർ കൈക്കൊണ്ടെങ്കിലും കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് മാലദ്വീപ് പാർലമെന്റ് പുറത്തിറക്കിയത്. എന്നാൽ മാലദ്വീപിലും ഇസ്രയേലിലും ഇരട്ട പൌരത്വമുള്ള ആളുകളെ ഈ വിലക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. പാലസ്തീനിലെ വംശഹത്യ അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രയേലി പൌരന്മാർക്കുള്ള വിലക്ക് തുടരും. മാലദ്വീപ് ടൂറിസം മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 2024 ജനുവരി മുതൽ മാർച്ച് വരെ 528 ഇസ്രയേലികളാണ് ദ്വീപിലെത്തിയത്. 2023 കണക്കിനേക്കാൾ 89% കുറവാണിത്. ഈ ഫെബ്രുവരിയിൽ 2 ലക്ഷത്തിലധികം വിനോദസഞ്ചാരികളാണ് മാലദ്വീപ് സന്ദർശിച്ചത്. അതിൽ 59 പേർ മാത്രമാണ് ഇസ്രയേലികൾ. അതിനാൽ തന്നെ ഇസ്രയേലി ടൂറിസ്റ്റുകളുടെ വരവില്ലാതായാലും അത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ വലിയ രീതിയിൽ ബാധിക്കില്ല. ഇസ്രയേലി പൌരന്മാർക്ക് മാലദ്വീപ് വിലക്കേർപ്പെടുത്തുമെന്ന് കഴിഞ്ഞ വർഷം അറിയിച്ചതു മുതൽ തന്നെ തങ്ങളുടെ പൌരന്മാർക്ക് ഇസ്രയേലും യാത്രാ നിർദ്ദേശം നൽകിയിരുന്നു. മാലദ്വീപിലേക്ക് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നത് യൂറോപ്പിൽ നിന്നാണ്, 54%. മൊത്തം വരവിന്റെ 35%വുമായി ഏഷ്യയും പസഫിക്കും 2ാം സ്ഥാനത്താണ്. 2023 ഒക്ടോബർ 7 ആരംഭിച്ച യുദ്ധവും തുടർന്നുണ്ടായ വംശഹത്യയെ സംബന്ധിക്കുന്ന എല്ലാ ആരോപണങ്ങളും ഇസ്രയേൽ നിരന്തരം നിഷേധിച്ചിട്ടുണ്ട്. എന്നാൽ 1.5 വർഷമായ അക്രമം തുടരുകയാണ്. 50,000-ലധികം ആളുകൾ മരിച്ചുവെന്നാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. മാർച്ച് 18 വീണ്ടും ആരംഭിച്ച വ്യോമാക്രമണം ഇന്നും ഗാസയിൽ തുടരുകയാണ്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ കൂടിയാണ് ഗാസ നിലവിൽ കടന്നു പോകുന്നത് എന്നാണ് UN റിപ്പോർട്ട്. ബന്ദികളെ പൂർണ്ണമായും വിട്ടയക്കാൻ ഹമാസ് തയ്യാറായില്ലെങ്കിൽ ഗാസ കൂട്ടക്കുഴിമാടം മാത്രമാകുമെന്ന നിലപാട് ആവർത്തിക്കുകയാണ് ഇസ്രയേൽ. ഗാസയിലേക്ക് ഒരു അടിയന്തര സഹായങ്ങളും കടക്കാൻ അനുവദിക്കില്ലെന്നും സൈന്യം വ്യക്തമാക്കിയതായി രാജ്യാന്തര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ആദ്യഘട്ട വെടിനിർത്തൽ കരാർ അവസാനിച്ചതിനു പിന്നാലെ കടുത്ത ആക്രമണമാണ് ഇസ്രയേൽ ഗാസയിൽ നടത്തുന്നത്. മാർച്ച് 2 മുതൽ ഗാസയിൽ ഇസ്രയേൽ കടുത്ത വ്യോമാക്രമണം ആരംഭിച്ചു. അന്നു മുതൽ ഭക്ഷണവും മരുന്നും ഉൾപ്പെടെ അവശ്യവസ്തുക്കളൊന്നും തന്നെ ഗാസയിലേക്ക് കടത്തിവിടുന്നില്ല. 11 പേർക്കാണ് ബുധനാഴ്ച മാത്രം ജീവൻ നഷ്ടമായത്. അതിനിടെ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കരുത് എന്ന രാജ്യാന്തര സംഘടനകളുടെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയായി ഇസ്രയേലിന്റെ നയം വ്യക്തമാണ്. ഭക്ഷണവും മരുന്നും ഉൾപ്പെടെ ഒരു വസ്തുവും ഗാസയിലേക്ക് കടത്തിവിടില്ല. ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തിയാൽ മാത്രമേ ഹമാസിൽ നിന്ന് ബന്ദികളെ വീണ്ടെടുക്കാനാവൂ. ഇത്തരത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ സ്വന്തം ജനങ്ങളെ കവചമാക്കി ഹമാസ് പോരാടുന്നത് തടയാൻ കഴിയുള്ളൂവെന്നും പ്രതിരോധ മന്ത്രി കാറ്റ്സ് വ്യക്തമാക്കി. സഹായങ്ങൾ ഗാസയിലെ ജനങ്ങൾക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഇപ്പോൾ നടക്കില്ലെന്നും സമീപഭാവിയിൽ ഉണ്ടാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രയേൽ പൗരനായ 58 ബന്ദികളുടെ മോചനം സാധ്യമാക്കാൻ മറ്റൊരു മാർഗവും മുന്നിലില്ലെന്നാണ് നെതന്യാഹു ഉൾപ്പെടെ ആവർത്തിക്കുന്നത്. അതേസമയം ഗാസയെ വലിയൊരു ശവപ്പറമ്പാക്കുകയാണ് ഇസ്രയേൽ സൈന്യമെന്ന് യുദ്ധമുഖത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളും ആരോപിക്കുന്നു. പലസ്തീനികളുടെയും അവരെ സഹായിക്കുന്നവരുടെയും ജഡം മാത്രമാണ് എങ്ങും കാണാൻ കഴിയുന്നത് എന്നും സംഘടനയുടെ കോർഡിനേറ്റർ അമാൻഡ ബെസ്റോൾ പറയുന്നു. ഗാസയിൽ ഒരു സ്ഥലവും സുരക്ഷിതമല്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. 2023 ഒക്ടോബറിന് ശേഷമുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഗാസ കടന്നു പോകുന്നത് എന്നും ഐക്യരാഷ്ട്ര സംഘടനയും കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.